നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് ബി.ജെ.പി. അറസ്റ്റ് സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാസുവിന്റെ അറസ്റ്റിലൂടെ മാളത്തിലിരിക്കുന്ന പല ഉന്നതന്മാരെ രക്ഷിക്കുവാനുള്ള സർക്കാരിന്റെ അജണ്ടയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ശബരിമലയിൽ സ്വർണം കടത്തിയ മുഴുവൻ പേരെയും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ജനങ്ങൾക്കും വിശ്വാസികൾ തൃപ്തിയില്ല എന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസിന് പ്രധാന പ്രതികളിലേക്ക് എത്താൻ പരിമിതിയേറെയുണ്ട്. അതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാത്രമാണ് പരിഹാരമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ശബരിമലയിലെ കൊള്ള നടക്കില്ലെന്നും ആദ്യം പോറ്റി മാത്രമാണ് കുറ്റക്കാരെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് മറ്റ് ഗത്യന്തരമില്ലാത്തതിനാലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു. എന്തായാലും ബി.ജെ.പി. ഇത്തരത്തിലുള്ള അതായത് വാസുവും പോറ്റിയും മാത്രം അറസ്റ്റിലായാൽ പോരാ, അവർക്ക് പിന്നിലുള്ള മന്ത്രിമാരും അതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയെയും കൂടി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം കെ.പി.സി.സി. വർക്കിംഗ് പ്രസിഡന്റ് പി.സി. വിഷ്ണുനാഥ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സുഭാഷ് കപൂർ ആരാണെന്ന് കണ്ടെത്തണമെന്ന് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. സുഭാഷ് കപൂർ പോലുള്ള കുപ്രസിദ്ധ അന്താരാഷ്ട്ര ക്ഷേത്രകലാ കൊള്ളക്കാരന്റെ പ്രവർത്തനങ്ങളുമായി ശബരിമലയിലെ കൊള്ളയ്ക്ക് സാമ്യമുണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സുഭാഷ് കപൂർ ആരാണെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ഏതാനും ഉദ്യോഗസ്ഥരിൽ മാത്രമേ അന്വേഷണം എത്തിയിട്ടുള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, മന്ത്രി എന്നിവർ ഉൾപ്പെട്ട സംഘടിത കൊള്ളയിലേക്ക് അന്വേഷണം എത്താത്ത പശ്ചാത്തലത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ കുറ്റവാളികളുടെ അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് കെ.പി.സി.സി. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ധർണയും നടക്കുകയാണ്. പ്രതിഷേധം ആളിക്കത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിലവിലുള്ള ബോർഡിന്റെയും മന്ത്രിയുടെയും പങ്ക് ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ വ്യക്തമാണ്. സെക്രട്ടറിക്ക് തിരുവാഭരണ കമ്മീഷണർ അയച്ച കത്തിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കേടുപാടുകൾ ഉണ്ടെന്നും സീസൺ തുടങ്ങുന്നതിന് മുൻപ് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്താൻ പദ്ധതി തയ്യാറാക്കി. എന്നാൽ 2024 സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയില്ല. അടിയന്തര സ്വഭാവം വ്യാജമായിരുന്നുവെന്ന് വ്യക്തം. 2025 വീണ്ടും അടിയന്തര സാഹചര്യം പുനഃസൃഷ്ടിച്ച് ബോർഡ് ദ്വാരപാലക ശില്പങ്ങളെ അറ്റകുറ്റപ്പണിക്ക് അയച്ചു. ക്ഷേത്ര പരിസരത്ത് നിന്ന് പവിത്രമായ കലാവസ്തുക്കൾ മാറ്റുന്നതിന് വ്യക്തമായ കോടതി വിലക്കുണ്ടെന്ന് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. സന്നിധാനത്ത് വെച്ച് തന്നെ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബോർഡിന് 2025 ജനുവരി മുതൽ 2025 നവംബർ വരെ സമയമുണ്ടായിരുന്നു. കോടതിയുടെ ഉത്തരവുകളെ കുറിച്ച് ബോധ്യമുണ്ടായിട്ടും സമയവും സാവകാശം ഉണ്ടായിട്ടും അവയെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് 2025 ദേവസ്വം ബോർഡ് സ്വർണ്ണക്കൊള്ളയുമായി മുന്നോട്ട് പോയത്. അന്നത്തെ ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെന്ന് വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് എൻ വാസു. 2 തവണ ദേവസ്വം കമ്മീഷണറും 2 വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വാസുവിന്റെ അറസ്റ്റോടെ കേസിന് പുതിയ മാനം വന്നിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് നയിച്ചത് മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള പദവിയിലെത്തിയ വാസുവിന്റെ സർവീസ് യാത്ര അപൂർവതകൾ കൊണ്ട് നിറഞ്ഞതാണ്. ആരാണ് എൻ വാസു? വിശദമായി നോക്കാം. കൊല്ലം കുളക്കട സ്വദേശി, അഭിഭാഷകൻ. 1979 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കന്നി മത്സരത്തിനിറങ്ങി. കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലെ പൂവറ്റൂർ കിഴക്ക് വാർഡിൽ നിന്ന് CPM വേണ്ടി ജയം നേടി. 27ാമത്തെ വയസ്സിൽ കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദത്തിലെത്തി. 1988 വീണ്ടും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. 2006-2011 കാലത്ത് എക്സൈസ് മന്ത്രി P.K. ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അതിനുശേഷം 2010 നവംബർ 10 ദേവസ്വം കമ്മീഷണർ. 2018 ഫെബ്രുവരി 2 വീണ്ടും ദേവസ്വം കമ്മീഷണർ. 2 തവണ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെയാൾ. 2019 നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങിയ 7 മാസത്തിന് ശേഷമായിരുന്നു ഇത്. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ആളും വാസു തന്നെയാണ്. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ വിവാദ ഇമെയിൽ അയച്ചപ്പോൾ ദേവസ്വം പ്രസിഡന്റായിരുന്നു വാസു. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്നാക്കിയ കേസിലെ 3ാം പ്രതി. ശബരിമല സ്വർണ്ണമോഷണ
മോഷണ കേസിൽ അഞ്ചാമനായി നവംബർ 11 അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ്. CPM നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ആളുകൂടിയായിരുന്നു എൻ വാസു. ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും എൻ വാസു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളുമായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ 2019 തന്നെയാണ് എൻ വാസുവിന് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രൊമോഷൻ കിട്ടിയത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ 5ാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറും 6ാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ്. ഇവരുടെ മൊഴിയാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 3ാം പ്രതിയായ എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ SIT അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളിയിൽ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത്. സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണ്ണം ഉപയോഗിച്ച് നിർധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ 9 ഇമെയിൽ അയച്ചിരുന്നു. അന്നത്തെ പ്രസിഡന്റ് M പത്മകുമാർ ആണെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അന്നത്തെ പ്രസിഡന്റ് N വാസു ആയിരുന്നു. ഇത് വെളിപ്പെട്ടതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടി. എന്നാൽ പാളികൾ അഴിച്ചുകൊണ്ടു പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നായിരുന്നു N വാസുവിന്റെ പ്രതികരണം. എന്നാൽ ഇത് തെറ്റാണെന്നും താനാണ് അന്നത്തെ പ്രസിഡന്റ് എന്നത് മനസ്സിലാക്കിയതും പിറ്റേന്ന് രേഖകളുമായി വാസു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയിലായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞു വാസു രക്ഷപ്പെട്ടു. ആ പ്രയോഗമായിരുന്നു പിന്നീട് കേസിൽ വാസുവിന് തന്നെ കുരുക്കായി മാറിയത്. അന്ന് എൻ വാസു പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: സ്വർണ്ണക്കൊള്ളയിൽ ഒരു ബന്ധവുമില്ല. സ്വർണം മിച്ചമുണ്ടെന്ന് അറിയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണ്ണം എടുത്ത് ദ്വാരപാല ശില്പം ചെയ്യുന്നുവെന്നായിരുന്നു കരാറെന്നും സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ് എന്നായിരുന്നു. ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തിയുണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കായിരുന്നു അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നെത്തിച്ചത്. രേഖകളുമായി വാസു വന്നപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമുയർന്നു. നടന്നത് തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്ത് സൂക്ഷിച്ചിരിക്കാമെന്നത് ഒരു നിഗമനമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതാകാം എന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തി. M പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് N വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. അക്കാലത്തും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് N വാസു ആയിരുന്നു. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി മാസങ്ങൾ തികയും മുമ്പേ അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. എന്തായാലും കാര്യങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞു. വാസു അറസ്റ്റിലാവുകയും ചെയ്തു. ഇനി എന്താണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്? വാസുവും പോറ്റിയും മാത്രമല്ല, ഇതിന് പിന്നിലുള്ളവരും, അതായത് ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ഉന്നതന്മാർ ഇതിൽ പെട്ടിട്ടുണ്ടോ അവരും അറസ്റ്റിലാകണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്.